തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷ നടപ്പാക്കുന്നതിനെ വിമർശനം കടുപ്പിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ഉത്തരേന്ത്യയിലടക്കം ഹിന്ദി ഭാഷ നടപ്പാക്കുന്നതിന്റെ ഫലമായി 25 ദേശീയ ഭാഷകൾ നശിച്ചു. ബീഹാറിലും ഉത്തർപ്രദേശിലും മാതൃഭാഷ ഒരിക്കൽ ഹിന്ദി ആയിരുന്നില്ല. അവരുടെ യഥാർത്ഥ ഭാഷകൾ ഇപ്പോഴും വെറും ഭൂതകാല അവശിഷ്ടങ്ങൾ മാത്രമായിരിക്കുന്നെന്നും അദ്ദേഹം ആരോപിച്ചു. ഹിന്ദി അടിച്ചേൽപ്പിച്ചത് കാരണം ഭോജ്പുരി, മൈഥിലി, ബ്രാജ് എന്നിങ്ങനെ നിരവധി പ്രാദേശിക ഭാഷകളെ ഹിന്ദി വിഴുങ്ങിയിട്ടുണ്ടെന്നും ഒറ്റ ഭാഷ അടിച്ചേൽപ്പിച്ചത് വഴിയാണ് മറ്റു മാതൃഭാഷകൾ നശിക്കുന്നതെന്നും സ്റ്റാലിൻ പറഞ്ഞു. കേന്ദ്രം 10,000 കോടി രൂപ ഫണ്ട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്താലും ദേശീയ വിദ്യാഭ്യാസ നയത്തിലുള്ള ഹിന്ദിയെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി. ഒരു ഭാഷയെയും ഞങ്ങൾ എതിർക്കുന്നില്ല, പക്ഷേ അത് അടിച്ചേൽപ്പിക്കാനുള്ള തീരുമാനത്തെ ഞങ്ങൾ എതിർക്കും. ദേശീയ വിദ്യാഭ്യാസ നയം ഒരു പിന്തിരിപ്പൻ നയമാണ്. അത് നടപ്പാക്കുന്നത് വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നത് തടയുമെന്നും സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പൊതുചടങ്ങിൽ പറഞ്ഞിരുന്നു. തമിഴ്നാട്ടിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള തർക്കം രൂക്ഷമായി തുടരുകയാണ്. സംസ്ഥാനത്തെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായ സമഗ്ര ശിക്ഷാ അഭിയാൻ നൽകിയ വരുമാനം 2,000 കോടി രൂപ തടഞ്ഞുവെക്കുമെന്നും പറഞ്ഞ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഭീഷണിപ്പെടുത്തി എന്ന് പരാതിപ്പെട്ട് സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരുന്നു. 2026 തിരഞ്ഞെടുപ്പ് മുൻനിർത്തി അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നതിനായി തമിഴ് രാഷ്ട്രീയ നേതാക്കൾ വസ്തുതകളെ വളച്ചൊടിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ വിമർശിച്ചു.